കൂൾമാട് പാലത്തിൻ്റെ കൂൾമാട് ഭാഗത്ത് വയോജന പാർക്കിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ഇപ്പോൾ മത്സ്യം പിടിക്കുന്ന ഒരു വലയിട്ട് മത്സ്യം പിടിക്കുകയാണ്. വല എടുത്തു. ആദ്യത്തെ പ്രാവശ്യം വലട്ട് കൊണ്ടൊന്നും മീൻ കിട്ടിയിട്ടില്ല. കുടുംബാൽപത്തെ വയോജന പാർക്ക് ചാത്തമ്മ പഞ്ചായത്തിൻ്റെ 25 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വയോജന പാർക്കാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. വയോജന പാർക്കിൽ വെള്ളം മൂടിയിരിക്കുകയാണ്. ഇന്നലത്തെയും മധ്യാഹ്നത്തെയും കനത്ത മഴ തുടർന്ന് ചാലിയാർ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. ജലനിരപ്പ് ഉയർന്നതിനാൽ ഈ ഭാഗം വെള്ളം മൂടിയിരിക്കുന്നത് കാണാം. ഗാലറിയാണുള്ളത്. അതുപോലെ തൊട്ട ടാങ്കിന് താഴെ നമുക്ക് കാണുന്നത് പാർക്ക് സ്റ്റേജാണ്, ഓപ്പൺ സ്റ്റേജാണ്. ചാലിയാർപ്പുഴയും ഇരുവഞ്ചിപ്പുഴയും നിർമ്മിച്ച ഈ വയോജന പാർക്ക് ടൂറിസ്റ്റുകളെ ഏറെ ആകർഷിക്കും. തുടർന്ന് ഈ പദ്ധതി കഴിഞ്ഞതിന് ശേഷം കയാക്കിംഗ് ഉൾപ്പെടെയുള്ള ബോട്ട് സർവീസും വിനോദസഞ്ചാരത്തെ ഏറെ ആകർഷിക്കുന്ന കയാക്കിംഗ് പോലുള്ള ബോട്ട് സർവീസ് ഇവിടെ ഉണ്ടാവും. അതിലെ പ്രൊജക്റ്റ് അവതരിപ്പിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് തൊട്ടപ്പുറത്ത് ടാങ്കിനപ്പുറത്ത് കാണുന്നതാണ് ഇരുവഴിഞ്ഞിപ്പുഴ. ഈ കാണുന്നതാണ് ചാലിയാർപ്പുഴ. രണ്ടും സംഗമിക്കുന്ന സ്ഥലം ഏറെ ഹൃദ്യമാണ്. ഇവിടെയാണ് കൂളിമാട് പാലം നിർമ്മിച്ചിട്ടുള്ളത്. കൂളിമാട് പാലം ടൂറിസ്റ്റുകളുടെ വലിയൊരു ആകർഷണ കേന്ദ്രമാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൂളിമാട് പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ മത്സ്യങ്ങൾ പിടിക്കാൻ വിടുന്നവരുടെ ഹബ്ബും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അദ്ദേഹം മത്സ്യങ്ങൾ പിടിക്കാൻ വേണ്ടി വലയെറിയുകയാണ്. ഇരു കരയിലെയും ആളുകൾക്ക് ഇത് വലിയൊരു വിനോദമാണ്. ചാലിയാറിൽ വെള്ളം കൂടുമ്പോഴും ജലനിരപ്പ് ഉയരുമ്പോഴും മത്സ്യങ്ങൾ ധാരാളം ഉണ്ടാകുകയും മത്സ്യങ്ങൾ പിടിക്കാൻ ഇരുകരയുള്ളയും ആളുകൾ, ചാലിയാറിൻ്റെ കരയിലുള്ള ആളുകൾ മീൻ പിടിക്കാൻ വരും. അതിൻ്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. വീശി വലയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്.